നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. വന്യജീവി ശല്യം കാരണം സംസ്ഥാനം പൊറുതിമുട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പരിധിവരെ ഒരുപക്ഷെ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഒരു ബില്ലിൻ്റെ കരടിന് ഇന്ന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലിന് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. ബിൽ കേന്ദ്ര നിയമത്തിൽ ഭേദഗതി ലക്ഷ്യമിട്ട് സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരങ്ങൾ മുറിച്ചുമാറ്റുന്നതിന് അധികാരം നൽകുന്ന ബില്ലിനും അംഗീകാരം. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ലുകൾ അവതരിപ്പിക്കും. മിസോറാമിൽ 9,000 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി. 52 കിലോമീറ്റർ നീളമുള്ള ബൈറാബി സൈറാങ് റെയിൽവേ പാത രാജ്യത്തിന് സമർപ്പിച്ചു. പ്രതിപക്ഷ പാർട്ടികളുടെ ഭരണത്തിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നുവെന്ന് മോദി. മണിപ്പൂരിലും അസമിലും വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. നേതാക്കൾക്കെതിരെ ആരോപണമുന്നയിച്ച ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിനോട് പാർട്ടി വിശദീകരണം തേടി. 3 ദിവസത്തിനകം വിശദീകരണം നൽകണം. വിഷയത്തിൽ പ്രതികരിക്കാതെ MV ഗോവിന്ദൻ. അടിസ്ഥാനരഹിതമായ ആരോപണമെന്ന് TP രാമകൃഷ്ണൻ. മുഖ്യമന്ത്രി ഒട്ടകപ്പക്ഷിയെപ്പോലെ മണ്ണിൽ മുഖം താഴ്ത്തിയിരിക്കുന്നുവെന്ന് VD സതീശൻ. രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടങ്ങിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത വർഷം ജനുവരി 1 യോഗ്യതാ തീയതിയായി നിശ്ചയിച്ചു. സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരത്തിലെ കണക്കുകളിൽ വ്യക്തത വരുത്തി ആരോഗ്യവകുപ്പ്. ഈ വർഷം 17 മരണമെന്ന സ്ഥിരീകരണം. 66 പേർക്ക് രോഗം ബാധിച്ചുവെന്നും പുതിയ കണക്ക്. ആത്മഹത്യ ചെയ്ത പുൽപ്പള്ളിയിലെ കോൺഗ്രസ് നേതാവ് ജോസ് നെല്ലയിടത്തിന്റെ അവസാന പ്രതികരണം പുറത്ത്. പോലീസിന് കൈമാറിയത് ലഭിച്ച വിവരമെന്നും ഒരു അനീതിയും ചെയ്തിട്ടില്ല എന്നും ജോസ്. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. വനം വകുപ്പിന്റെ 2 കരട് ബില്ലുകൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭ. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിനും സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരങ്ങൾ മുറിച്ചുമാറ്റുന്നതിനും അധികാരം നൽകുന്ന ബില്ലുകൾക്കാണ് ഇന്നു ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ലുകൾ പാസാക്കും. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലാണ് ഇന്നു ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം ഭേദഗതി വരുത്തിയത്. ജനങ്ങൾ തടിച്ചുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ വന്യജീവികൾ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയോ വനം ചീഫ് കൺസർവേറ്ററുടെയോ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് എത്രയും വേഗം വന്യജീവിയെ കൊല്ലുന്നതിനോ മയക്കുവെടി വെച്ച് പിടിക്കുന്നതിനോ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്നതാണ് ബിൽ. അക്രമകാരികളായ മൃഗങ്ങളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുന്ന ബില്ലിനും അനുമതി നൽകിയിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ വളർത്തിയ ചന്ദനമരങ്ങൾ വനം വകുപ്പിന്റെ അറിവോടെ വെട്ടാനുള്ള അനുമതി നൽകുന്ന ബില്ലും പ്രത്യേക മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. ബില്ലുകൾ അടുത്ത ദിവസം ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസാക്കാനാണ് തീരുമാനം. അതേസമയം അക്രമകാരികളായ വന്യജീവികളെ കൊല്ലുന്നതിനുള്ള നിയമത്തിൽ ഭേദഗതി വരുത്താൻ സംസ്ഥാന സർക്കാരിന് രാഷ്ട്രപതിയുടെ അനുമതി വേണമെന്ന കടമ്പ കൂടി ഉണ്ട്. തെരഞ്ഞെടുപ്പെടുത്തതോടെ വനാതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളെ കൂടെ നിർത്തുന്നതിന്റെ ഭാഗമായാണ് സർക്കാരിന്റെ ഈ നീക്കമെന്ന ആരോപണവും ശക്തമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വനനിയമങ്ങളിൽ കാലോചിതമായ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. അപകടകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട്. എന്നാൽ നടപടിക്ക് കാലതാമസം നേരിടുന്നു. കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്താൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല. കേന്ദ്ര നിയമത്തിലെ ഇളവുകൾക്കനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം വേണമെന്നാണ് കരട് രേഖയിൽ പറയുന്നതെന്നും AK ശശീന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. ഗവൺമെൻറ്റുകൾക്ക് ഇടക്കാല ഉത്തരവുകളിലൂടെയോ നിയമത്തിലൂടെയോ ക്യാബിനറ്റ് തീരുമാനപ്രകാരമോ ഇത്തരം സന്ദർഭങ്ങളെ നേരിടാൻ ഒരു വഴി എന്ന നിലക്കാണ്. അല്ലാതെ നമ്മൾ നേരെ പോയി ഈ നിയമത്തിൻ്റെ അന്തസ്സത്തക്കെതിരെ സംസാരിച്ചാൽ അംഗീകാരം കിട്ടാൻ പോകില്ല. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് നിയമം നിർമ്മിച്ചിട്ടുള്ളത്. നേരെ ഏറ്റുമുട്ടലല്ല, കേന്ദ്ര നിയമമായുള്ള ഏറ്റുമുട്ടലല്ല, കേന്ദ്ര നിയമത്തിൻ്റെ സ്പിരിറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്ന സവിശേഷ സാഹചര്യങ്ങളെ നേരിടാൻ ഘട്ടം വരുമ്പോൾ അത്തരം ഘട്ടങ്ങൾക്ക് നേരിടാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. കോഴിക്കോട് പേരാമ്പ്ര എസ്റ്റേറ്റിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. എസ്റ്റേറ്റ് ജീവനക്കാരൻ ബാബുവിനാണ് പരിക്കേറ്റത്. ബാബു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.
ഇന്നലെ രാത്രി 10 മണിയോടെയാണ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മുതുകാടുള്ള എസ്റ്റേറ്റിലുണ്ടായ കാട്ടാനയുടെ ആക്രമണത്തിൽ വാച്ചർ ബാബുവിന് പരിക്കേൽക്കുന്നത്. കാട്ടാന ബാബുവിന്റെ നെഞ്ചിൽ ചവിട്ടുകയായിരുന്നുവെന്നാണ് വിവരം. പരിക്കേറ്റ ബാബുവിനെ പേരാമ്പ്ര EMS സഹകരണ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണെന്നും കാട്ടാനെ തുരത്തുന്നതിനിടെയാണ് ആക്രമണമുണ്ടായതെന്നും സംഭവ സമയത്ത് ബാബുവിനൊപ്പം ഉണ്ടായിരുന്ന ബിനു പറയുന്നു. ഒരു 2 മണിക്കൂറിന് മേലെ ഞങ്ങൾ അതിനെ ഓടിക്കാൻ വേണ്ടി ശ്രമം നടന്നതിനിടയിൽ ആന എന്ത് ചെയ്യും, ഞങ്ങളെ ഇങ്ങോട്ട് ഓടിച്ചാണ്. ആന ഓടിച്ച് ആദ്യം തന്നെയാണ് ഓടിക്കുന്നത്. അതിൻ്റെ പുറകെ ഞങ്ങൾ രണ്ടുപേരും മുന്നിലും പുറകിലായിട്ട് ഓടി. അപ്പം വാവേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ആന തട്ടിയിട്ട് കയറി നെഞ്ചത്ത് ചവിട്ടി കളഞ്ഞു. നെഞ്ചത്ത് ചവിട്ടി ഈ കൊമ്പ് കൊണ്ടാന്ന് തോന്നുന്നു. ഇവിടെ ഒരു നല്ലൊരു മുറിവുണ്ട്. അപ്പോൾ പിന്നീട് ഈ വാരിയൽ പൊട്ടിയിട്ടുണ്ട്. ഈ ചവിട്ടിൻ്റെ ഭാഗമായിട്ട് 2 സൈഡും വാരിയൽ പൊട്ടിയിട്ടുണ്ട്. ആക്രമണത്തിൽ വാരിയലുകൾ തകർന്ന് ശ്വാസകോശത്തിൽ കയറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് ബാബുവിന്റെ ബന്ധു ബിജുവും പറഞ്ഞു. അമൃത ന്യൂസ്, കോഴിക്കോട്. രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള നടപടികൾ തുടങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത വർഷം ജനുവരി 1 യോഗ്യതാ തീയതിയായി നിശ്ചയിച്ചു. സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. SIRമായി മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശം സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നൽകിയിട്ടുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ SIR നടപ്പിലാക്കും. ബീഹാറിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ നടപടികൾ തുടങ്ങിയതായി കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൂടിയാണ് SIR ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രതിപക്ഷ എതിർപ്പുകൾ മറികടന്നാണ് രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ഇതിനായി നിർദ്ദേശം സംസ്ഥാന CEOമാർക്ക് നൽകി. ഈ വർഷം ജൂലൈയിൽ തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടങ്ങിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ പുരോഗതി വിലയിരുത്താൻ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശാല യോഗം ചേർന്നിരുന്നു. ഇതിന്റെ തുടർ നടപടി എന്ന നിലയിലാണ് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ നിർദ്ദേശം നൽകിയത്. കൃത്യമായി ഇടവേളകളിൽ SIR നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മറുപടി നൽകിയിട്ടുള്ളത്. ഈ ഹർജിക്ക് പുറമെ SIR കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടും അശ്വിനി കുമാർ ഉപാധ്യായ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് സുപ്രീം കോടതി തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതുവരെ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം സമർപ്പിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തൃശൂരിലെ മുതിർന്ന CPM നേതാക്കൾക്കെതിരായ സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ AC മൊയ്തീനും MK കണ്ണനും പ്രതിരോധം തീർത്ത് CPM. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സംസ്ഥാന നേതൃത്വം. പാർട്ടിക്കകത്തുനിന്ന് നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. അതേസമയം ശരത്തിന്റെ ശബ്ദസന്ദേശത്തിൽ പാർട്ടി വിശദീകരണം തേടിയിട്ടുണ്ടെന്നും എല്ലാ വിഷയങ്ങളും പാർട്ടി പരിശോധിക്കുമെന്നും AC മൊയ്തീൻ പറഞ്ഞു. തൃശൂരിലെ മുതിർന്ന CPM നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണം ഉയർത്തിയിട്ടുള്ള DYFI ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദസന്ദേശത്തിൽ വെട്ടിലായിരിക്കുകയാണ് CPM. എന്നാൽ പ്രതിപക്ഷം ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാക്കുമ്പോഴും ആരോപണ വിധേയരായ MK കണ്ണനെയും AC മൊയ്തീനെയും പൂർണ്ണമായും സംരക്ഷിക്കുകയാണ് CPM നേതൃത്വം. ആരോപണങ്ങൾക്ക് ജില്ലാ നേതൃത്വം മറുപടി നൽകിയതാണെന്നും കൂടുതൽ ചർച്ചകളിലേക്ക് പോകേണ്ടെന്നുമാണ് CPM കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ജനകീയരായ നേതാക്കളെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണനും EP ജയരാജനും വ്യക്തമാക്കി. അത് ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ്. MK കണ്ണനെയും AC മൊയ്തീനെയും കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല നിലയിൽ അറിയാവുന്നതാണ്. ഒരു ഓഡിയോ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ആളുകളെ ജനങ്ങളുടെ മധ്യത്തിൽ കരുതേച്ച് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ശരിയല്ല. പാർട്ടിക്ക് നേരെ അവമതിപ്പുണ്ടാക്കാൻ ആര് ശ്രമിക്കുന്നതും ഗുണകരമല്ല. ഇത് ആസൂത്രിതമായിട്ടുള്ള ചില നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം എല്ലാ വിഷയങ്ങളും പാർട്ടി പരിശോധിക്കുമെന്ന് AC മൊയ്തീൻ പറഞ്ഞു. നേതാക്കൾ ഒരുമിച്ച് പോയാണ് പണം പിരിക്കുന്നത്. തന്നെക്കുറിച്ച് പറഞ്ഞതായി കേട്ട കാര്യങ്ങളല്ല മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെറ്റായൊരു കാര്യമാണ്, അനുചിതമായൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം അത് നിഷേധിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്തരമൊരു കാര്യത്തിനെക്കുറിച്ച് എന്താണ് അങ്ങനെ ഉണ്ടാവാൻ കാരണം, തെറ്റായ ഇത്തരമൊരു കാര്യം
ഇങ്ങനൊരു ശബ്ദരേഖയുടെ രൂപത്തിൽ വരാനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം മുതിർന്ന നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ഡിവൈഎഫ്ഐ നേതാവിന്റെ നീക്കത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും താൽപര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് പാർട്ടി പരിശോധിക്കുന്നുണ്ട്. ഏതായാലും കരുവന്നൂരിന് പിന്നാലെ തൃശൂരിലെ നേതൃത്വത്തെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ശരത് പ്രസാദിന്റെ ഓഡിയോ സന്ദേശം. തൃശൂർ ബ്യൂറോയ്ക്കൊപ്പം അമൃത ന്യൂസ്, ന്യൂഡൽഹി. CPM-ലെ ശബ്ദരേഖാ വിവാദം ഗുരുതര അഴിമതിയുടെ അറ്റം മാത്രമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സംഭവത്തിൽ MV ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കണം. ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംഘം ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. തൃശ്ശൂരിലെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ CPM-ൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ അഴിമതികളുടെ ഒരു അറ്റം മാത്രമാണ്. തുടർഭരണത്തെ തുടർന്ന് കേരളത്തിലെ CPM-ൽ വൻതോതിലുള്ള അപജയമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ പാർട്ടി ഏറ്റവും വലിയ അഴിമതിക്കാരുടെ കൈകളിൽ അമർന്നിരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമാണിത്. ഇത് ഓരോ ജില്ലയിലെയും സ്ഥിതി ഇതാണ്. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ അവസാനത്തിന്റെ തുടക്കമായി കഴിഞ്ഞു. അദ്ദേഹം ഒട്ടകപക്ഷിയെപ്പോലെ മണ്ണിൽ മുഖം താഴ്ത്തിയിരിക്കുകയാണെന്നും VD സതീശൻ വിമർശിച്ചു. KSU നേതാക്കളെ തീവ്രവാദികളെപ്പോലെ മുഖംമൂടി അണിയിച്ചതിലുൾപ്പെടെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരുമെന്നും സതീശൻ വ്യക്തമാക്കി. കവർച്ചാ സംഘമാണ് നേതൃത്വത്തിലുള്ളവർ, ജില്ലാ നേതൃത്വത്തിലുള്ളവർ. അപ്പോൾ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരു കൊള്ളക്കാരാണെന്നാണ് അതിന്റെ അർത്ഥം. ജില്ലാ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ കോടീശ്വരന്മാരായി മാറിയെന്നുള്ളതാണ്. എല്ലാവിധ കളങ്കിതമായ ഏർപ്പാടുകളിലും പങ്കാളികളാണ് ജില്ലാതലത്തിലുള്ള നേതാക്കന്മാർ. ഞങ്ങൾ പറഞ്ഞല്ലോ, ഭരണം ജില്ലാ നേതൃത്വത്തിനും ഏരിയ നേതൃത്വത്തിനുമായിട്ട് പങ്കുവച്ചു കൊടുത്തിരിക്കുകയാണ്. പോലീസ് ഭരണം അവരാണ്, SP വയ്ക്കുന്നത് അവരാണ്, SHOമാരെ വയ്ക്കുന്നവരാണ്, എല്ലാത്തിലും കമ്മീഷനാണ്, സ്ഥലം നികത്തുന്നതിൽ കമ്മീഷനാണ്. എല്ലാ വൃത്തികെട്ട ഇടപാടുകളിലും കളങ്കിതമായ ഇടപാടുകളിലും CPM നേതാക്കൾക്ക് പങ്കുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത പ്രാദേശിക കോൺഗ്രസ് നേതാവും മുള്ളൻകൊല്ലി പഞ്ചായത്ത് അംഗവുമായ ജോസ് നെല്ലിടത്തിന്റെ അവസാന പ്രതികരണം പുറത്ത്. തന്നെ സമൂഹത്തിൽ മോശക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ലഭിച്ച തെറ്റായ വിവരമെന്നറിയാതെയാണ് പോലീസിനെ അറിയിച്ചത്. പോലീസ് അനാവശ്യ തിടുക്കം കാട്ടിയെന്നും ജോസ് നെല്ലിടം അവസാന പ്രതികരണത്തിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ജോസ് നെല്ലേടത്തിന്റെ അവസാന വീഡിയോ സന്ദേശത്തിലാണ് തന്നെ മോശക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമം നടന്നുവെന്ന് പറയുന്നത്. ലഭിച്ച വിവരം പോലീസിന് കൈമാറി. അഴിമതി നടത്തിയിട്ടില്ല. പോലീസ് അനാവശ്യ തിടുക്കം കാട്ടി. വലിയ സാമ്പത്തിക ബാധ്യത തനിക്കുണ്ട്. കുടുംബത്തെ പോലും അവഹേളിക്കാൻ ശ്രമം നടന്നുവെന്ന് നെല്ലേടം പ്രതികരണത്തിൽ പറയുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ 26-ാം തീയതി എന്നെ വിളിച്ച് ഇതിന്റെ വിശദ വിവരങ്ങൾ തേടുകയും എനിക്കറിയാവുന്ന വിവരങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പോലീസ് പിന്നെ ഇത് പറയുകയുണ്ടായി. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ വലിയ അഴിമതിക്കാരനും ഗൂഢാലോചനക്കാരനും ഒക്കെയാണെന്ന് പറഞ്ഞ് വലിയ പ്രചരണങ്ങൾ ചിലരുടെ ഭാഗത്തുനിന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ അസൂയ കൊണ്ട ആളുകൾ എന്നെ ഈ സമൂഹത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി, എന്റെ രക്തത്തിനു വേണ്ടി, എന്റെ മക്കളുടെ പോലും ഭാവി നശിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതേസമയം നെല്ലേടത്തിന്റെ ആത്മഹത്യ കോൺഗ്രസിൽ ഭിന്നതകൾ രൂക്ഷമാക്കിയിട്ടുണ്ട്. ഗ്രൂപ്പ് പോലും നേതാക്കളുടെ പടലപ്പിണക്കവും പാർട്ടിയെ ഇല്ലാതാക്കുന്നുവെന്നാണ് ഒരു വിഭാഗം പ്രവർത്തകരുടെ ആരോപണം. ജില്ലയിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് പുൽപ്പള്ളിയും മുള്ളംകൊല്ലിയും. അതേസമയം പോലീസിന് ലഭിച്ച നെല്ലേടത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ തെറ്റായ കേസിൽപ്പെടുത്തിയ നേതാക്കളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അമൃത ന്യൂസ്, വയനാട്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 17 എന്ന ആരോഗ്യവകുപ്പ്. ഈ മാസം മാത്രം 7 പേർ മരണത്തിന് കീഴടങ്ങി. നിലവിൽ 66 പേർ പനി ബാധിച്ച ചികിത്സയിലാണെന്നും ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട പുതിയ കണക്ക് വ്യക്തമാക്കുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് 2 പേർ മരിച്ചതായുള്ള കണക്കാണ് ആരോഗ്യവകുപ്പ് തിരുത്തിയിരിക്കുന്നത്. ഈ വർഷം ഇതുവരെ 17 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചതായി ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിൽ തന്നെ 7 പേർ ഈ മാസം പനി ബാധിച്ച് മരിച്ചു. നിലവിൽ 66 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുണ്ടെന്നും ആരോഗ്യവകുപ്പ് തന്നെ പുറത്തുവിട്ട പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു.
അമീബിക് മസ്തിഷ്ക ജ്വരം തടയുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ തുടരുന്നതിനിടയിലാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവന്നത്. വടക്കൻ കേരളത്തിലാണ് രോഗബാധിതർ കൂടുതലായുള്ളത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതിലൂടെയാണ് രോഗകാരികളായ അമീബകൾ ശരീരത്തിലെത്തുന്നത്. ഇത്തരം അമീബകൾ തലച്ചോറിലേക്ക് കടന്ന് അണുബാധയുണ്ടാക്കുന്നതാണ് രോഗാവസ്ഥ. ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന ജനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മിസോറാമിൽ 9,000 കോടിയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 52 കിലോമീറ്റർ നീളമുള്ള ബൈരാബി സൈറാങ് റെയിൽവേ പാത പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. അതേസമയം പ്രതിപക്ഷ പാർട്ടികളുടെ ഭരണത്തിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 11 വർഷമായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി മിസോറാമിലെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തത്. റെയിൽവേ പദ്ധതികൾ ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. മിസോറാമിലെ ജനങ്ങൾക്ക് ചരിത്ര ദിനമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 8,071 കോടി രൂപ ചെലവഴിച്ചാണ് റെയിൽവേ പദ്ധതി പൂർത്തിയാക്കിയത്. 52 കിലോമീറ്റർ നീളമുള്ള ബൈരാബി സൈറാങ് റെയിൽവേ പാതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. മോശം കാലാവസ്ഥയെ തുടർന്ന് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. For the past 11 years, we have been working for the development of the Northeast. This region is becoming the growth engine of India. Friends, over the years, many states of the Northeast have been put on the rail map of India. സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷം പിന്നിടുമ്പോഴാണ് മിസോറാം തലസ്ഥാനമായ ഐസ്വാളിൽ റെയിൽവേ എത്തിയത്. നിരവധി വെല്ലുവിളികളെ മറികടന്ന് റെയിൽവേ പാത യാഥാർത്ഥ്യമാക്കിയ എഞ്ചിനീയർമാരെയും തൊഴിലാളികളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അതേസമയം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രതിപക്ഷ ഭരണത്തിൽ വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നുവെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. മിസോറാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ വോട്ട് ബാങ്കായി മാത്രമാണ് പ്രതിപക്ഷ പാർട്ടികൾ കണ്ടത്. For a long time, some political parties in our country practice vote bank politics. Their focus was always on places which had more votes and seats. ത്രിപുര, അരുണാചൽ പ്രദേശ്, അസം എന്നിവയ്ക്ക് ശേഷം ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന 4ാമത്തെ വടക്കുകിഴക്കൻ തലസ്ഥാനമാണ് ഐസ്വാൾ. പദ്ധതിയിലൂടെ ഐസ്വാളിനും അസമിലെ പ്രധാന നഗരമായ സിൽച്ചാറിനും ഇടയിലുള്ള യാത്രാസമയം 7 മണിക്കൂറിൽ നിന്ന് 3 മണിക്കൂറായി കുറയും. 500 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഐസ്വാൾ ബൈപ്പാസും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. 2.5 വർഷത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിൽ സംഘർഷമുണ്ടായതിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് എത്തുന്നത്. ചുരാചന്ദ്പൂരിലെത്തി കലാപബാധിതരെ അദ്ദേഹം കാണുകയാണ്. മണിപ്പൂരിൽ 8,500 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കമിടുക. കലാപത്തിനിരയായ ആളുകളുമായി പ്രധാനമന്ത്രി സംസാരിക്കും. വൈകിട്ട് പ്രധാനമന്ത്രി അസമിലെത്തും. 3 ദിവസമാണ് മോദി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് മണിപ്പൂരിൽ ഉള്ളത്. ന്യൂനപക്ഷ സംഗമം സർക്കാർ നടത്തുമ്പോൾ ആശങ്കയുണ്ടെന്ന് സമസ്ത നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. കഴിഞ്ഞ കുറേ കാലങ്ങളായി മുസ്ലിം സമുദായത്തിന് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. പോലീസ് അക്രമ വാർത്തകളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണോ ന്യൂനപക്ഷ സംഗമമെന്ന് സംശയിക്കുന്നുവെന്നും നഷ്ടപ്പെട്ട ആനുകൂല്യം തിരിച്ചു നൽകാൻ കഴിഞ്ഞാൽ ന്യൂനപക്ഷ സംഗമം വിജയമായിരിക്കും, അല്ലെങ്കിൽ പ്രഹസനമാകുമെന്നും സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. ന്യൂനപക്ഷ സംഗമം സർക്കാർ നടത്തുമ്പോൾ നമുക്കൊരുപാട് ആശങ്കകളുമുണ്ട്, അനുഭവങ്ങളുമുണ്ട്. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ സമുദായത്തിന്റെ ആശങ്കകൾ തീർക്കാനായിരിക്കും, അല്ലെങ്കിൽ അവരെ ഗവൺമെന്റിന്റെ പക്ഷത്ത് നിർത്താനായിരിക്കും ഇങ്ങനൊരു സംഗമം നടത്തുന്നത് എന്ന് അതിന്റെ പ്രഖ്യാപനത്തിലൂടെ തന്നെ നമുക്ക് ബോധ്യമാണ്. പക്ഷെ വളരെ പ്രധാനമായി ന്യൂനപക്ഷത്തിന് ഇവിടെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഒരു ഗവൺമെന്റിനെ എതിർക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയമായി ആരെങ്കിലും പിന്താങ്ങുക, എതിർക്കുക എന്ന ഉദ്ദേശത്തിലല്ല. പലപ്പോഴും നമ്മൾ ഈ കാര്യം പറയുമ്പോൾ പലരും അത് ട്വിസ്റ്റ് ചെയ്ത് പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വേണ്ടി പറയുകയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടുകൂടി പറയുകയാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാർശ്വവൽക്കരിക്കാനാണ് പതിവ്. പക്ഷേ ഇവിടെ നമ്മൾ വളരെ കൃത്യമായി പറയുന്നു, കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം മറ്റു ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ട് ഏറ്റവും പ്രസന്റ് ആയിട്ടുള്ള ഒരു കാര്യം
ഡെറാഡൂണിൽ വീരമൃത്യു വരിച്ച മലയാളി സൈനികൻ എസ് ബാലുവിന്റെ ഭൗതിക ശരീരം ജന്മനാട് ഏറ്റുവാങ്ങി. രാത്രി പാങ്ങോട് സൈനിക ക്യാമ്പിൽ എത്തിച്ച ഭൗതികദേഹം രാവിലെ 9 മണിയോടെ തിരുവനന്തപുരം നേമത്തെ വസതിയിലെത്തിച്ചു. മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. സൈന്യത്തിൽ ജയ്പൂരിൽ ഹവീൽദാറായിരുന്ന ബാലു ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷ പാസ്സായി ലഫ്റ്റനന്റ് പദവിക്കായുള്ള പരിശീലനത്തിനായാണ് ഡെറാഡൂണിലെത്തിയത്. പരിശീലനം തുടരവെ ബുധനാഴ്ചയാണ് ബാലുവിനെ സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 11 മണിയോടെ പാങ്ങോട് മിലിറ്ററി ആശുപത്രി മോർച്ചറിയിലെത്തിച്ച മൃതദേഹം രാവിലെ ക്യാമ്പിൽ പൊതുദർശനത്തിന് വെച്ചു. സർക്കാരിന് വേണ്ടി കളക്ടർ അനുകുമാരി പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് ഔദ്യോഗിക ബഹുമതികളോടെ വിലാപയാത്രയായി തിരുവനന്തപുരം നേമത്തെ വസതിയിലെത്തിച്ച് പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ മന്ത്രി വി ശിവൻകുട്ടി അന്തിമോപചാരം അർപ്പിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. പരിശീലനത്തിനിടെ ബാലു അപകടത്തിൽപ്പെട്ടതായാണ് സൂചന. ഇക്കാര്യത്തിൽ കുടുംബത്തിന് ഇനിയും ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവരാനുണ്ട്. നേമത്ത് വസ്തു വാങ്ങി പുതിയ വീടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് ബാലുവിന്റെ മരണം. ഹർഷിതയാണ് ഭാര്യ. അബിൻ ബാലു, ആയാൻ ബാലു എന്നിവർ മക്കളാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചന് ഔദ്യോഗിക ബഹുമതികളോടെ വിട. അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പെരുമ്പാവൂരിലെ വീട്ടിൽ നിന്നും അങ്കമാലിയിലേക്ക് കൊണ്ടുപോയി. പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകിയ ശേഷമാണ് ഭൗതികദേഹം അന്ത്യശുശ്രൂഷകൾക്കായി കൊണ്ടുപോയത്. വൈകിട്ട് 3:30 അങ്കമാലി അകപ്പറമ്പ് സാബോർ അഫ്രോദ് വലിയ കത്തീഡ്രൽ സെമിത്തേരിയിലാണ് മതപരമായ സംസ്കാര ചടങ്ങുകൾ. സണ്ണി ജോസഫ്, അടൂർ പ്രകാശ്, രമേശ് ചെന്നിത്തല, രാജ്മോഹൻ ഉണ്ണിത്താൻ, CP ജോൺ, കൊടിക്കുന്നിൽ സുരേഷ്, അനൂപ് ജേക്കബ് തുടങ്ങിയവർ ഇന്ന് അന്തിമോപചാരം അർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഇന്നലെ എത്തിയിരുന്നു. 5 മണിക്ക് പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിനു ശേഷം സർവകക്ഷി അനുശോചന യോഗം ചേരും. മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി സ്വദേശി ബിൽജിത്ത് എന്ന 18 വയസ്സുകാരന്റെ ഹൃദയം ഇനി കൊല്ലം സ്വദേശിനിയായ 13-കാരിയിൽ മിടിക്കും. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിച്ച ബിൽജിത്തിന്റെ ഹൃദയമാണ് ലിസി ആശുപത്രിയിൽ എത്തിച്ച് പെൺകുട്ടിയിൽ മാറ്റിവെച്ചത്. പുലർച്ചെ 1:20 ഹൃദയം എറണാകുളത്ത് എത്തിച്ചത്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിന്റെ നേതൃത്വത്തിലായിരുന്നു 13-കാരിയുടെ ശസ്ത്രക്രിയ നടന്നത്. ഇന്നലെ വന്ദേ ഭാരത് ട്രെയിനിലാണ് പെൺകുട്ടിയെ കൊല്ലത്ത് നിന്നും കൊച്ചിയിലെത്തിച്ചത്. എയർ ആംബുലൻസ് സംവിധാനം ലഭ്യമാകാത്തതിനെ തുടർന്നായിരുന്നു ഇത്. അങ്കമാലി സ്വദേശി ബിൽജിത്ത് എന്ന 18 വയസ്സുകാരന്റെ ഹൃദയമാണ് കുട്ടിയുടെ ശരീരത്തിൽ തുന്നിച്ചേർത്തത്. പുലർച്ചെ 1:20 അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്നും ഹൃദയം ലിസി ആശുപത്രിയിൽ എത്തിച്ചു. ഉടൻ തന്നെ ശസ്ത്രക്രിയ ആരംഭിച്ചു. 3:30 ഹൃദയം കുട്ടിയിൽ സ്പന്ദിച്ചു തുടങ്ങി. അടുത്ത 48 മണിക്കൂർ ശസ്ത്രക്രിയ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണെന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം അറിയിച്ചു. 10-ാം വയസ്സിലാണ് പെൺകുട്ടിക്ക് ഹൃദയം ചുരുങ്ങുന്ന കാർഡിയാക് മയോപ്പതി എന്ന അസുഖം സ്ഥിരീകരിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. വിദ്യാർത്ഥി നേതാക്കളെ മുഖംമൂടി അണിയിച്ച് കൊച്ചി കോടതിയിൽ എത്തിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് KSU വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടത്തിയത്. പോലീസ് സ്റ്റേഷന് സമീപം ബാരിക്കേഡ് ഉയർത്തി പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമം നടത്തി. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചു. പ്രതിഷേധം കടുത്തതോടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ഇരുപതാം ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ടോക്കിയോയിൽ തുടക്കമായി. ഇന്ത്യൻ സമയം പുലർച്ചെ ആരംഭിച്ച മത്സരത്തിൽ 35 കിലോമീറ്റർ വനിതകളുടെ നടത്തത്തിൽ ഇന്ത്യൻ താരങ്ങളായ പ്രിയങ്ക ഗോസ്വാമി മത്സരിച്ചു. വൈകിട്ട് നടക്കുന്ന പുരുഷന്മാരുടെ നടത്തത്തിൽ രാംബാബു, സന്ദീപ് കുമാർ എന്നിവരും മത്സരരംഗത്തുണ്ട്. ഇതുവരെ 7 ഇനങ്ങളിലാണ് മത്സരങ്ങൾ പൂർത്തിയായത്. വൈകിട്ട് 9 ഇനങ്ങളിലാണ് മത്സരങ്ങളുള്ളത്. നീരജ് ചോപ്രയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീമിൽ 19 അംഗങ്ങളാണ് ഉള്ളത്. മലയാളികളായ M ശ്രീശങ്കർ, അബ്ദുള്ള അബൂബക്കർ എന്നിവരും മത്സരത്തിനുണ്ട്. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാവുകയാണ്.